ഹലോ ഹായ് വെൽക്കം ടു സൈ ഹൈ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് CSIR NIIST, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി നൽകുന്ന റിക്രൂട്ട്മെൻറ്റ് ന്യൂസാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതും നമ്മുടെ കേരളത്തിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. ട്രിവാൻഡ്രത്തോട്ടാണ് റിക്രൂട്ട്മെൻറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് കൂടുതൽ ഈ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. കാരണം ഇതൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റിനുള്ളത്. സോ അതിനുള്ള എലിജിബിലിറ്റിയും ക്രൈറ്റീരിയ എല്ലാം നമുക്ക് നോക്കാം. സോ 10th SSLC കഴിഞ്ഞിട്ടുള്ളവർ മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ വിവിധ തരം കോഴ്സ് പഠിച്ച് കഴിഞ്ഞിട്ടുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. 10th +2 ഡിപ്ലോമ, IIT അങ്ങനത്തെ അല്ലെങ്കിൽ BSc അതുപോലെയുള്ള സ്റ്റുഡൻസ് പഠിച്ച് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ലാസ്റ്റ് ഇയർ പഠിക്കുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല, ബിക്കോസ് ഇതൊരു റിക്രൂട്ട്മെൻറ്റ് ന്യൂസാണ്. സോ അത് ശ്രദ്ധിക്കുക. സോ ഓൾറെഡി ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി February 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 2025. സോ ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത്, അതായത് March 3 വരെയാണ് സമയം തന്നിരിക്കുന്നത്. അതുപോലെ ഹാർഡ് കോപ്പി, അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൂടാതെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഇവിടെ പറയുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസിപ്റ്റ് ഓഫ് ഹാർഡ് കോപ്പി ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് പ്രിൻറ്റ് ചെയ്തെടുത്ത് അങ്ങോട്ട് സെൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ പറയുന്നത് 14th March പറയുന്ന ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമെങ്കിൽ അവർക്ക് കൂടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബിക്കോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അതും CSIR നൽകുന്ന ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസാണ്. പെർമനൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ന്യൂസാണ്. വിത്ത് പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് അതുപോലെ റെമ്യൂണറേഷനും നമ്മുടെ എമൗണ്ട് ഓഫ് പേ സ്കെയിലും കാര്യങ്ങളൊക്കെയും കൂടുന്നുണ്ട്. സോ വിവിധതരം വേക്കൻസീസാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് CSIR കുറിച്ച് പറയേണ്ട കാര്യമില്ല. സോ നമ്മുടെ സെൻട്രൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D വിങ്ങിലോട്ടും അതുപോലെ തന്നെ അഗ്രോ പ്രോസസ്സിംഗ്, നാച്ചുറൽ പ്രോഡക്റ്റ്, ബയോടെക്നോളജി, കെമിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, മെറ്റീരിയൽ ആൻഡ് മിനറൽസ്, പ്രോസസ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റ് ടെക്നോളജി, സസ്റ്റൈനബിൾ എനർജി ടെക്നോളജീസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വരെയുള്ള പ്രോഗ്രാംസാണ് ഇവിടെ ഉള്ളത്. സോ ഈ പ്രോഗ്രാമിലോട്ടുള്ള പലതരം വേക്കൻസീസ് ഉണ്ട്. വിവിധ തരത്തിലുള്ള വേക്കൻസിയാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ക്വാളിഫിക്കേഷനും അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, നമ്പർ ഓഫ് വേക്കൻസി നോക്കുകയാണെങ്കിൽ 5 വേക്കൻസി വിവിധ തരത്തിലുള്ള കാറ്റഗറീസിനനുസരിച്ചിട്ടാണ് ഒരു പൊസിഷൻ വേക്കൻസി പറഞ്ഞിട്ടുള്ളത്. അൺറിസർവ്ഡ് ആണെങ്കിൽ 2, SC 1, OBC ആണെങ്കിൽ 1, EWS ആണെങ്കിൽ 1. അങ്ങനെ ഓരോരോ കാറ്റഗറിയിലും അനുസരിച്ചിട്ടാണ് വേക്കൻസി ഉള്ളത്. സോ ഏത് കാറ്റഗറിയിലുള്ളവരാണ് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. സോ അതിന് വേണ്ടിയിട്ട് തന്നെ ഓരോരോ പോസ്റ്റ് നിങ്ങൾ ഏതിനാണോ എലിജിബിൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. പേ സ്കെയിൽ എന്ന് പറയുന്നത് 35,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 lakh വരെയാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിനുള്ളത്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. അതായത് March 3 അകം 28 ആയവർക്ക് മാത്രമേ, അതുവരെയുള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ആണ്. അൺറിസർവ്ഡ് കാറ്റഗറീസ് ആണെങ്കിൽ 1, അതേപോലെ തന്നെ OBC ആണെങ്കിൽ 1, EWS ആണെങ്കിലും 1. മൊത്തം 3 വേക്കൻസിയാണ്. അപ്പോൾ ഓരോരോ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. 20,000 മുതലാണ് സാലറി സ്റ്റാർട്ടിങ്, 63,000 വരെയാണ്. സോ ദെൻ അതേപോലെ ജൂനിയർ സ്റ്റീനോഗ്രാഫർ ആണെങ്കിൽ ഒരു വേക്കൻസി ഉള്ളതും അൺറിസർവ്ഡ് ആണ്. പേ സ്കെയിൽ എന്ന് പറയുന്നത് 25,000 മുതൽ 81,000 വരെയാണ്. ടോട്ടൽ ഈ ഒരു പേ സ്കെയിൽ ഒരിടത്ത് പറയുന്നുണ്ട് മന്ത്ലി എമൗണ്ട്, ആ ഒരു പേ സ്കെയിലല്ലാതെ മൊത്തം ടോട്ടൽ എമൗണ്ട് വരുന്നത് എത്രയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എത്ര പെർ മന്ത് വരുന്നത് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. സോ ഓരോരോ വിവിധ തസ്തികയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ന്യൂസാണിത്. സോ മറക്കാതെ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസ് നമുക്കും കൂടുതൽ കൊണ്ടുവരാനൊരു എൻകറേജ്മെൻ്റ് ആവും, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോക്കുകയാണെങ്കിൽ 4 വേക്കൻസി ഉണ്ട്. പേ സ്കെയിൽ 2 ആണ്. 20,000 മുതൽ 63,000 വരെയാണ് മാക്സിമം എമൗണ്ട് ഓഫ് പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ
ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വിവിധ തരം കാറ്റഗറീസിൽ തന്നിട്ടുണ്ട്. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. സോ അതിൻ്റെ കീ വേർഡ്സും കാര്യങ്ങളും താഴെ തന്നിട്ടുണ്ട് കേട്ടോ, ഷോർട്ട് കീസും കാര്യമായിട്ടും. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അവർക്കൊരു ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഫീൽഡ് നോക്കുക, അത് ഏത് ഫീൽഡാണോ അതിനനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം. അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ പോസ്റ്റ് കോഡ് തന്നിട്ടുണ്ട്. കാറ്റഗറി ഏതാണോ, ഏജ് ലിമിറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഇൻഫർമേഷനിൽ അവർ തന്നിട്ടുണ്ട് PDF-ൽ. അതുപോലെ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി അറ്റ്ലീസ്റ്റ് 3 ഇയർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ ടെക്നോളജി ഫീൽഡിലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു പോസ്റ്റ് ഉണ്ട്. PSc കെമിസ്ട്രി അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടെക്നിക്കൽ അസിസ്റ്റൻസ് ഉണ്ട്. BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും കമ്പ്യൂട്ടർ സയൻസിൽ IT-ലൊക്കെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഡിപ്ലോമ, അതുപോലെ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അതുപോലുള്ള മേഖലയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഓരോരോ പോസ്റ്റിനനുസരിച്ച് നോക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക. ദെൻ ടെക്നീഷ്യൻ വേറൊരു പോസ്റ്റിൽ പറയുന്നുണ്ട്. ടെക്നീഷ്യൻ ആണെങ്കിൽ SSLC 10th ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് ആണ്. ദെൻ ടെക്നീഷ്യൻ SSLC 10th ബേസിസിൽ ITIയിലൊക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സുള്ള ആളാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ടെക്നീഷ്യൻസിലോട്ട്. അതും വെവ്വേറെ പോസ്റ്റ് കാറ്റഗറി കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് കോഡ് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കേണ്ടതാണ്. അതുപോലെ സ്റ്റീനോഗ്രാഫർ നോക്കുകയാണെങ്കിൽ ജൂനിയർ സ്റ്റീനോഗ്രാഫർ ആണെങ്കിൽ 10th +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതുപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോക്കുകയാണെങ്കിൽ 10 അല്ലെങ്കിൽ +2 വരെയുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ മാസ്റ്റേഴ്സ് ഡിഗ്രി സ്റ്റുഡൻസ് ഇൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ് അതുപോലെയുള്ള ലാംഗ്വേജൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്ററായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചോദിക്കുന്നുണ്ട്. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ട് പോസ്റ്റിനായിട്ടുള്ള കാര്യങ്ങളാണ് സെലക്ഷൻ പ്രൊസീജിയർ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു എക്സാം ഉണ്ടാവും, അതുപോലെ ടെസ്റ്റ് സ്കില്ലുണ്ടാവും. സ്കിൽ ടെസ്റ്റും ട്രേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ എക്സാം ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് കൂടുകയാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അത് 1, 2, 3 എന്നുള്ള കാറ്റഗറി ആയിരിക്കും. മെയിൻ പ്രിലിംസ് അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് സോർട്ട് ചെയ്ത് സെലക്ഷൻ ലിസ്റ്റ് വന്ന് സെക്കൻഡ് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് സെക്കൻഡ് സോർട്ട് ചെയ്യും. ദെൻ തേർഡ് എക്സാം ഉണ്ടാവും. അതുപോലെ ആയിരിക്കും. ഭയങ്കരമായിട്ട് സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് മാത്രമായിരിക്കും. അതുപോലെ എക്സാമിൻ്റെ റിട്ടേൺ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. 200 മാർക്സിൻ്റെ ഒരു എക്സാം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. OMR ഷീറ്റ് ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടൈപ്പ് എക്സാം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. 3 മണിക്കൂറിൻ്റെ എക്സാമാണെന്ന് പറയുന്നുണ്ട്. സോ അതിനുള്ള പേപ്പർ 1, 2, 3 സബ്ജക്റ്റ് കോഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ സബ്ജക്റ്റിനുള്ള സിലബസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാർക്ക് എത്രയാണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നും പറയുന്നുണ്ട് ഫസ്റ്റ് സെഷനിൽ. സെക്കൻഡ് സെഷൻ മുതൽ 1 നെഗറ്റീവ് മാർക്ക് ഫോർ എവറി റോങ് ആൻസർ എന്നും പറയുന്നുണ്ട്. സോ അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ ടെക്നീഷ്യൻ നെക്സ്റ്റ് ഓരോരോ ഇതിലും അവർ പറയുന്നുണ്ട് എത്ര മാർക്കിനുള്ളതെന്ന് പറഞ്ഞിട്ട്. ടെക്നീഷ്യൻ ആണെങ്കിൽ 150 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് 2.5 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും. SSLC അല്ലെങ്കിൽ ITI 12th ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു സെലക്ഷൻ സ്ക്രീനിങ് പ്രൊസീജിയർ അവർ പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ സെലക്ഷനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മോഡും എങ്ങനെയായിരിക്കും, അതുപോലെ സിലബസും കാര്യങ്ങളും എങ്ങനെയായിരിക്കും എന്നും അവർ പറയുന്നുണ്ട്. അതുപോലെ ജൂനിയർ സ്റ്റീനോഗ്രാഫറിനുള്ളതും പറയുന്നുണ്ട്. ദെൻ ഏതൊക്കെ പോസ്റ്റ് പറയുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് അവർ ഓരോരോ ജനറൽ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. സോ അത് നോക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. സോ പോസ്റ്റും ഓരോരോ പോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ അതിനനുസരിച്ച് ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും. സോ അതിനനുസരിച്ച് നമ്മൾ എത്രമാത്രം വർക്കിങ്ങിൽ ഇത് കാണിക്കുന്നുണ്ടോ, സ്കിൽസ് കാണിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് പ്രൊബേഷൻ പീരീഡ് അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് 1 ഇയർ പ്രൊബേഷൻ പീരീഡാണ് ടെക്നിക്കൽ അസിസ്റ്റൻസിനൊക്കെ. ജൂനിയർ ട്രാൻസ്ലേറ്റർ അതുപോലെ സ്റ്റീനോഗ്രാഫർ സെക്രട്ടേറിയറ്റ് ഒക്കെ ആണെങ്കിൽ 2 ഇയർ പ്രൊബേഷൻ പീരീഡാണെന്ന് പറയുന്നത്. അതിന് ശേഷം നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ടായിരിക്കും എന്നാണ് അവർ പറയുന്നത് പ്രൊബേഷൻ. ദെൻ എക്സാം ഫീസും കാര്യങ്ങളും പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് അൺറിസർവ്ഡ് OBC അല്ലെങ്കിൽ EWS കാറ്റഗറി ആണെങ്കിൽ 500 രൂപയാണ് എക്സാം ഫീ ആയിട്ട് വരുന്നത്. അതുപോലെ വിമൻ അല്ലെങ്കിൽ SC/ST PWBD എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അവർക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ റെഗുലർ എംപ്ലോയി ഓഫ് CSIR ഓൾറെഡി എംപ്ലോയിങ് ആണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നും അവർ പറയുന്നുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിലിന് വേണ്ടിയിട്ട് അവിടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ആ ലിങ്കിൽ കോൺടാക്ട് ചെയ്താലും മതി. അതുപോലെ നമ്മുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.
സോ ഇവിടെ ലിസ്റ്റ് ഓഫ് അനക്ഷറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ നമുക്ക് ഡ്യൂലി സർട്ടിഫിക്കറ്റ് സീൽ ചെയ്ത് കിട്ടേണ്ട ഓഫീസേഴ്സിൻ്റെ അടുത്തുള്ള അതുപോലെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ അതൊക്കെ ഫില്ല് ചെയ്യുക. ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എസ്പെഷ്യലി ഈ ഒരു അവസരം മിസ് ചെയ്യാതെ, അതുപോലെ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ ഗവൺമെൻറ് എക്സാംസൊക്കെ കാത്തിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള അവസരങ്ങൾ. സോ ഇന്നത്തെ ന്യൂസ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് CSIR NISTൻ്റെ ആണ്. സോ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്